ഭഗവതോ രൂപം നാദ്രാക്ഷീത കിഞ്ചനാപരം ന അദ്രാക്ഷീത്. ഒന്നും കണ്ടില്ലേ ഉണ്ണി, ഭഗവാന്റെ രൂപവും ഭഗവാന്റെ നാമവുമല്ലാതെ അതിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ നിരന്തരം പ്രകടമാവുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവ. ആ ശംഖചക്ര കഥാരൂപം, ഭഗവാന്റെ മനോഹരമായിരിക്കുന്ന കിരീടം കൊണ്ട് തിളങ്ങുന്ന മുഖവും കുണ്ടലങ്ങളാൽ തിളങ്ങുന്ന പുഞ്ചിരിയൊക്കെ കാണുന്നു. കൗസ്തുഭം കൊണ്ട് തിളങ്ങുന്ന ഭഗവാന്റെ മാരിടം, പീതാംബരം കൊണ്ട് തിളങ്ങുന്ന ഭഗവാന്റെ കാലുകൾ, ഇതൊക്കെ കണ്ടുകൊണ്ടുണ്ണി നിർവൃതനായിട്ട് അങ്ങനെ ഇരിക്കണം. അങ്ങനെ ഭഗവാനിൽ മനസ്സിലയിച്ചപ്പോ ദേവന്മാർക്ക് പോലും ഉച്ഛ്വാസ തടസ്സം വന്നു എന്നാണ്. അവർക്ക് ശ്വാസം കിട്ടുന്നില്ല അത്രേ. ഇവിടെ ദേവൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ എന്നർത്ഥം. കാരണം ഇന്ദ്രിയങ്ങളൊക്കെ അടഞ്ഞു കിടക്കണേ, ആർക്കും തുറക്കാനൊന്നും പറ്റില്ല, എങ്ങോട്ടും പോകുന്നില്ല. നേരത്തെ 12 ദിവസം ഉണ്ടായിരുന്നു, ഇപ്പൊ അതുമില്ല. അവരൊക്കെ കൂടി ഭഗവാന്റെ അടുത്ത് എന്നിട്ട് പരാതി പറയാണ്. നൈവം പിതാമോ ഭഗവൻ പ്രാണരോധം ചരാചരസ്യാഖില സത്വദാംനാം വിദേഹി തന്നോ വിജനാൽ വിമോക്ഷം പ്രാപ്താവയം ത്വാം ശരണം ശരണ്യം. ഭഗവാനെ അറിയുന്നില്ല. ആകെ പ്രാണരോധം കൊണ്ട് ഞങ്ങള്, എല്ലാ ചരാചരങ്ങളും ഇരിക്കുന്ന ഞങ്ങള് ആകെ അസ്വസ്ഥരാണ്. ഞങ്ങൾക്ക് പോകാനും വരാനൊന്നും സാധിക്കുന്നില്ല. ആരോ ഞങ്ങളെ ബന്ധിച്ചിരിക്കുന്നു. അങ്ങേ ഞങ്ങൾ ശരണം പ്രാപിക്കുകയാണ്, ഇതിനൊരു വഴി കണ്ടെത്തി തരണമെന്ന് ഭഗവാൻ അവരോട് പറയുന്നു. മാ വൈഷ്ണവാലം തപസോ ദുരത്യയാൻ നിവർത്തയശ്യേ പ്രതിയാതസ്വദാമാം യദോ ഹിവ പ്രാണ നിരോധ ആസീ ഔത്താനവാതിർമയി സംഘതാത്മാം. ആരും വിഷമിക്കേണ്ട ദേവന്മാരെ, എന്റെ പരമഭക്തനായിട്ട് ഒരു ബാലനുണ്ട്, ഔത്താനവാദി, ഉത്താനപാദന്റെ പുത്രനായിട്ട്. അവൻ മനസ്സ് മുഴുവൻ എന്നിൽ അർപ്പിച്ചിരിക്കുകയാണ്. അവനെ അനുഗ്രഹിക്കാൻ ഞാനിതാ പോകുന്നു എന്ന് പറഞ്ഞ ഭഗവാൻ പോവാണ്. 9ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ആ ധ്രുവനെ അനുഗ്രഹിക്കാൻ പുറപ്പെടുന്നു. തയേവമുത്സന്നഭയാ ഉരുക്രമേ കൃതാവനാമ പ്രയുൾ ശ്രവിഷ്ടം സഹശീഷാവിദോ ഗരുത്മദാ മദോർവനം വൃത്യദക്ഷയാഗത. ഭഗവാൻ ആ മധുവനത്തിലേക്ക് അവിടുന്ന് പുറപ്പെടുന്നു. ഗരുത്മദ, തന്റെ തേജസ്സാർന്നിരിക്കുന്ന ഗരുഡന്റെ പുറത്തേറി സഹസ്രശീഷ ഭഗവാൻ അവിടുന്ന് അങ്ങോട്ട് പുറപ്പെട്ടു തന്റെ ഭക്തനെ അനുഗ്രഹിക്കാനായിട്ട്. എന്നിട്ടോ സവൈധിയാ യോഗ വിഭാഗ തീവ്രയാം കൃത്പത്മഘോഷേ സ്ഫുരിതം തടിപ്രഭം തിരോഹിതം സഹസൈവോപലക്ഷ്യാ ബഹിസ്ഥിതം തദവസ്ഥം ദദർശ. ആ കുട്ടിയാണെങ്കിലോ ഭഗവാൻ മുന്നിൽ നിന്നിട്ടും ഉണ്ണി കണ്ണു തുറക്കുന്നില്ല അത്രേ. തേജസ്സാർന്ന ഭഗവാന്റെ രൂപം മുന്നിൽ വന്നിട്ടും കണ്ണു തുറക്കുന്നില്ല എന്ന്. എന്താണത്രേ കാരണം? കാരണം ഉണ്ണി അത്രത്തോളം തെളിഞ്ഞിട്ടാണ് ഭഗവാന്റെ രൂപം ഉള്ളിൽ കാണുന്നത്. അതിലങ്ങോട്ട് ലയിച്ചിരിക്കുകയാണ്. ഭഗവാൻ എന്ത് ചെയ്തു അത്രേ? തന്റെ സങ്കല്പം കൊണ്ട് ഉണ്ണിയുടെ മനസ്സിലുള്ള രൂപത്തെ അങ്ങോട്ട് മാറ്റിക്കളഞ്ഞു. മാറ്റിയതും ഉണ്ണിക്ക് ആകെ മനസ്സാകെ അസ്വസ്ഥമായി വേദന കൊണ്ട് നോക്കുകയാണ്. എന്തൊരു ഭഗവാനെ, എനിക്കൊരു വിഷമം നോക്കൂ, ഇത്ര ഞാൻ കഷ്ടപ്പെട്ട് നേടിയ രൂപം നഷ്ടപ്പെട്ടു, നാമവും വരുന്നില്ല എന്ന് പറഞ്ഞ് നോക്കുമ്പോണ്ട് നാരദ മഹർഷി പറഞ്ഞ രൂപം തന്റെ മുന്നിൽ പ്രത്യക്ഷമായി നിൽക്കുന്നു. ഉണ്ണിക്ക് സംശയം ഫോട്ടോസ്റ്റാറ്റാണോ, ഒറിജിനൽ കോപ്പിയാണോ എന്നുള്ളത്. ഭഗവാന്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് പോകുന്നുണ്ട്. അപ്പൊ മനസ്സിലാവുന്നുണ്ട് ജീവനുള്ള രൂപം തന്നെയാണ്. പിന്നെ കാത്തുനിന്നില്ല. ഉണ്ണിയെ കണ്ടതും തൽ ദർശനേനാഗത സാധ്വസക്ഷിതോ അവന്തദാഗം വിനമയദണ്ഡവൽ ദൃഗ്ഭ്യാം പ്രപശ്യൻ പ്രഭിന്നവാർഭകൻ ചുംബൻ നിവാസ്യേന ഭുജൈരിവാശ്ലിഷൻ. ഭഗവാനെ കണ്ടതും പ്രവന്തദാംഗം വിനമയദണ്ഡവൽ. എങ്ങനെ അറിയില്ലേ, ശരീരം ഭഗവാന്റെ പാദത്തിലേക്ക് വീണ് കഴിഞ്ഞു. കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് അതാ അശ്രുക്കൾ വീണ ഭഗവാന്റെ പാദത്തെ ഉണ്ണിക്ക് ചുംബിക്കാൻ തോന്നി. ഭഗവാന്റെ പാദത്തെ ചുംബൻ നിവാസ്യേന ഭുജൈരിവാശ്ലിഷൻ. ആ പാദത്തിൽ വീണ് നമസ്കരിച്ചു. ഭഗവാൻ ഉടനെ തന്നെ ആ ഉണ്ണി എടുത്തു. സതം വിവക്ഷന്തമതിദ്യം അതദ്ധ്യം ഹരേ ജ്ഞാതസ്യ സർവസ്യ ഹൃദ്യവസ്ഥിതാം കൃതാഞ്ജലിം ബ്രഹ്മമയേന കമ്പുനാ പസ്പർശബാലം കൃപയാ കബോളേ. എന്തെല്ലാമോ തന്നോട് പറയാൻ വേണ്ടി മനസ്സിലിങ്ങനെ നിറച്ചിരിക്കുന്ന ഉണ്ണിയുടെ മുഖം പാല് ചുരത്താൻ നിൽക്കുന്ന ഒരു പശുവിന്റെ അകിട് പോലെ ഭഗവാൻ കണ്ടപ്പോ ആ ഉണ്ണിയുടെ ശിരസിൽ തലോടിക്കൊണ്ട് തന്റെ കമ്പുന, തന്റെ ശങ്കെടുത്തുകൊണ്ട് കബോലേ സ്പർശ, ഉണ്ണിയുടെ കവിളിൽ നിന്ന് തലോടി ഭഗവാനാണ്. അത് കണ്ടതും ഉണ്ണിയുടെ മനസ്സിലങ്ങോട്ട് ഭഗവാന്റെ ആ ഒരു പ്രേമം
പശു പാല് ചുരത്തുന്ന പോലെ നിറഞ്ഞൊഴുകിക്കൊണ്ട് അവിടെ വെച്ച് സ്തുതിക്കുന്ന സ്തുതിയാണ് അതിഗംഭീരമായ ധ്രുവസ്ഥിതി. 9-ാം അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകം മുതൽ ധ്രുവന്റെ സ്തുതി വരുന്നു. യോന്തപ്രവിശ്യ മമ വാചമിമം പ്രസുപ്തം സഞ്ജീവയത്യഖില ശക്തിധരസ്വദാംനാം അന്യാം ച ഹസ്തചരണശ്രവണത്തഗാദിൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഈ ശ്ലോകം ദിവസവും രാവിലെ എണീറ്റ് സ്മരിക്കണം. ധ്രുവന്റെ ഈ ശ്ലോകം ഉണ്ടല്ലോ, അത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു ശ്ലോകമാണ്. നമ്മളൊക്കെ ഈ ഒരു ശ്ലോകത്തെ രാവിലെ അനുസ്മരിക്കണം. യോന്ത പ്രവിശ്യ മമ വാചമിമം പ്രസുപ്തം സഞ്ജീവയത്യഖില ശക്തിധരസ്വദാംനാം അന്യാം ച ഹസ്തചരണശ്രവണത്തഗാദിൻ പ്രാണൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഈശ്വരന്റെ മഹത്വം, ഈശ്വരന്റെ കാരുണ്യം, ഈശ്വരന്റെ ദയ പ്രത്യക്ഷമായി നമുക്ക് കാണിച്ചു തരുന്നൊരു ശ്ലോകമാണിത്. ആരാണ് ഈശ്വരൻ? എവിടെയാണ് ഈശ്വരൻ? എന്താണ് ഈശ്വരൻ ചെയ്യുന്നത്? ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കുട്ടിക്കാലത്തെ മനസ്സിലാക്കാത്തൊരു ചോദ്യങ്ങളാണത്. ഇവിടെ കുട്ടി അത് മനസ്സിലാക്കി തരുന്നു നമുക്ക്. യോ അന്തപ്രവിശ്യ, എവിടെയാണ്? ഉള്ളിൽ പ്രവേശിച്ചിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്തിരിക്കണോ? മമ വാചം പ്രസുപ്തം, എന്റെ വാചം. വാചം എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സ് നടത്തും. മനസ്സ് ഉണർന്നാലേ വാക്കുകളൊക്കെ വരുള്ളൂ. അപ്പൊ ഇവിടെ മനസ്സിനെ പ്രസുപ്തം ഉറങ്ങിക്കിടക്കുന്ന മനസ്സ്. അത് മാത്രല്ലോ കേട്ടോ, അഖില ശക്തി, ഉറങ്ങിക്കിടക്കുന്ന സകല ശക്തികളും, സംസാരിക്കാനുള്ള ശക്തി, കേൾക്കാനുള്ള ശക്തി, നടക്കാനുള്ള ശക്തി, ഈ ശക്തികളൊക്കെ അന്യാം ച ഹസ്തചരണശ്രവണത്വഗാദിൻ, നടക്കാനും ഇരിക്കാനും കേൾക്കാനും ഒക്കെ ഉള്ള ശക്തി. ഇതെല്ലാം സ്വദാംന, സ്വന്തം വൈഭവത്താൽ സഞ്ജീവയതി, ആരാണോ വീണ്ടും ഉണർത്തുന്നത്. ഉള്ളിൽ നിറഞ്ഞു നിന്ന് ഉറങ്ങിക്കിടക്കുന്ന ശക്തികളെ മുഴുവൻ ആരാണോ ഉണർത്തുന്നത്, ഉണർത്തി അതിനെ നിലനിർത്തുന്നത്, വീണ്ടും ഉറങ്ങുമ്പോഴും അതിനെ നിലനിർത്തുന്നത്, അങ്ങനെയുള്ള ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന പ്രാണനിലും പ്രാണനായിരിക്കുന്ന പ്രാണൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം, ആ പുരുഷനായിക്കൊണ്ട് എന്റെ നമസ്കാരം. നമ്മൾ ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ആരോടാണ്? ജോലിയാണോ? പണമാണോ? അച്ഛനാണോ? അമ്മയാണോ? ആണോ? എപ്പോ നമ്മുടെ ഉള്ളിൽ നിന്നും ഭഗവാന്റെ സാന്നിധ്യം പോയാൽ പിന്നെ നമുക്കിവിടെ നിലനിൽപ്പില്ല. ഉണ്ടോ? പിന്നെ ഇത് വിറക് പോലെ കത്തിച്ച് കളയാൻ പറ്റുന്നൊരു സാധനം. ശങ്കരാചാര്യസ്വാമികളുടെ ഭാഷയിൽ പറഞ്ഞാൽ യാവൽ പവനോ നിവസതി ദേഹേ താവൽ പ്രച്ഛതി കുശലം ഗേഹേ ഗദവതി വായോ ദേഹാപായേ ഭാര്യാ ബിഭ്യതി തസ്മിൻ കായേ ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഒരാളോട് വർത്തമാനം പറയണമെങ്കിൽ, മറ്റുള്ളവരോട് ഇടപഴകണമെങ്കിൽ ഈ ശരീരത്തിൽ ഭഗവാന്റെ സാന്നിധ്യം നിറഞ്ഞിരുന്നേ പറ്റുള്ളൂ. ആ ഭഗവാന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ദിവസവും രാവിലെ എണീക്കുന്നത്, ഇപ്പോ പ്രവർത്തിക്കുന്നത്. വീണ്ടും ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ശക്തികളൊക്കെ നശിക്കാതെ സംരക്ഷിതരായിട്ടിരിക്കുന്നത്. അപ്പൊ ഈശ്വരൻ എന്നതിന് നമ്മുടെ പൂർവികന്മാര് നിർവചനം പറയുന്നത് ഉറങ്ങിക്കിടക്കുന്നതിനെ ഉണർത്തുകയും ഉണർന്നതിനെ പ്രവർത്തിപ്പിക്കുകയും വീണ്ടും അതെല്ലാം ഉറങ്ങുമ്പോൾ അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ശക്തിയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കുന്നത് തരുന്ന ശക്തിയല്ല ഈശ്വരൻ. കേൾക്കൂ, വളരെ ശ്രദ്ധിച്ചു കേൾക്കൂ. പ്രാർത്ഥിക്കുന്നത് തരുന്ന ശക്തിയല്ല ഈശ്വരൻ. നമ്മളെ ഉണർത്തിയതിനെ പ്രവർത്തിപ്പിച്ച് വീണ്ടും ഉറങ്ങുമ്പോൾ നിലനിർത്തുന്ന, അതാണല്ലോ സൃഷ്ടി സ്ഥിതി ലയങ്ങൾക്ക് പരമകാരണമായിരിക്കുന്നവൻ ഈശ്വരൻ. പ്രകൃതി പര, പ്രകൃതി എന്ന് പറഞ്ഞാൽ മനസ്സ്, ശരീരം, ഇതിനെയാണ് പ്രകൃതി പറയുന്നത്. അപ്പൊ അതിനും പരമമായിരിക്കുന്നവൻ എന്നുള്ള ശബ്ദം കൊണ്ട് അങ്ങനെയൊക്കെയാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിനെ ഉണർത്തുന്നത് നമ്മളാണോ? ആണോ?
ഈ ശരീരത്തിലേക്ക് വായു എത്തിക്കുന്നത് നമ്മളാണോ? ഭക്ഷണം ദഹിപ്പിക്കുന്നത് നമ്മളാണോ? ഇതിനൊന്നും ചോദ്യത്തിന് നമ്മളല്ല എന്നുള്ള ഉത്തരം തന്നെ വരും. അപ്പൊ പിന്നെ ആര് ചെയ്യുന്നു? ആര് ചെയ്യുന്നു? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം തന്നെയാണ്. അപ്പൊ അത് തന്നെയാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഭഗവാനോട് വേണം ആദ്യം നന്ദി പറയാൻ. നമ്മൾ മറ്റുള്ളവരോടൊക്കെ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നതിന് മുമ്പ്, നമസ്കാരം എന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം ഭഗവാനെ എന്നെ ഉണർത്തിയതിന് അങ്ങയോട് നമസ്കാരം. നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ നന്ദിയില്ലാത്തവരായി തീരാറുണ്ട്. മറ്റുള്ളവർ നമുക്ക് ദാഹിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ നിങ്ങൾ ഉടനെ എന്ത് പറയും? താങ്ക്സ്. നമ്മൾ പറയുന്നൊരു വാക്കാണ് താങ്ക്സ്. അപ്പൊ നിങ്ങളുടെ കേട്ടസിക്ക് ഞാൻ നന്ദി പറയുന്നു. ഈ ഗ്ലാസ് പിടിക്കാൻ കൈ തന്നവനോട് നമ്മൾ എന്ത് പറയണം? എത്ര താങ്ക്സ് പറയണം? ഒരു താങ്ക്സ് മതിയോ? ഇനി ആ കൈ പൊക്കാൻ ശക്തി തന്നവനോട് എന്ത് പറയണം? താങ്ക്സ് പറയണ്ടേ? ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞാൽ വയസ്സാകുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറെ താങ്ക്സ് പറയേണ്ടതായിരുന്നു എന്ന്. കാരണം ചിലതൊന്നും പൊങ്ങില്ല, പൊങ്ങിയാ താഴില്ല. ഇതൊക്കെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇവരോടൊന്നും ആയിരുന്നില്ല താങ്ക്സ് പറയേണ്ടത്, ഇത് പൊക്കാൻ എന്നെ സഹായിച്ചൊരു ശക്തി വേറെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പൊ മനസ്സിലാവില്ല. സാന്നിധ്യം മരുളുന്ന മധുവനം എത്ര യമുനായ തടം. യമുനാ നദിയുടെ തടം ഉണ്ണി, അതിന് മധുവൻ എന്ന് പറയും. ക്രൂരമൃഗങ്ങളൊന്നുമില്ലാത്ത സ്ഥലമാണത്. അവിടെയാണ് ഉണ്ണിക്ക് തപസ് ചെയ്യാൻ അനുയോജ്യമായ സ്ഥലം. ഈ മധുവനം എന്നൊക്കെ പറയുമ്പോൾ വൃന്ദാവനത്തിലാണ് ആ സ്ഥലം. ഈ മധുവനത്തിലാണ് പിൽക്കാലത്ത് ഭഗവാൻ ഗോപികമാരത്ത് രാസലീലയാടുന്നത്. ഈ മധുവനത്തിലാണ് പിൽക്കാലത്ത് വീണ്ടും ഭാഗവതത്തിലെ 9ാമത്തെ സ്കന്ധത്തിലേക്ക് നമ്മൾ അംബരീഷന്റെ ചരിത്രം പറയുമ്പോൾ അദ്ദേഹം തപസ് ചെയ്യുന്നത്. അനവധി മഹാത്മാക്കളാൽ തപസ് ചെയ്യപ്പെട്ടുള്ള ഭൂമിയാണ് മധുവനം. മധുവനത്തിൽ ഭഗവാന്റെ പ്രത്യക്ഷ സാന്നിധ്യം അനുഭവിച്ച മഹാത്മാക്കളാണ്. അവിടെ വെച്ചിട്ടാണ് ചൈതന്യ മഹാപ്രഭു ശരീരം ഉപേക്ഷിക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് ടാർസൻ എന്ന് പറയുന്ന അക്ബറുടെ ആസ്ഥാന കവി ഉണ്ടായിരുന്നു ടാൻസൻ. അദ്ദേഹത്തിന്റെ ഗുരുവുണ്ട് ഹരിദാസ് സ്വാമികള്. അദ്ദേഹത്തിന്റെ ശരീരം ഉപേക്ഷിക്കുന്നതും അവിടുന്നാണ്. ഇന്ന് നിങ്ങൾ മധുരയിലെ വൃന്ദാവനത്തിൽ ചെന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഭാങ്കി ബിഹാരി ക്ഷേത്രത്തിലുള്ള ഭഗവാന്റെ വിഗ്രഹം ഈ ഹരിദാസ് സ്വാമികൾക്ക് സ്വപ്നത്തിലുണ്ടായ ദർശനത്തിലുണ്ടായ വിഗ്രഹമാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പവിത്രമായ ധന്യമായ സ്ഥലമാണ് വൃന്ദാവനം, വൃന്ദാവനത്തിലെ മധുവനം. അതുകൊണ്ട് ഗച്ഛതത്താത യമുനായ തടം ശുചി പുണ്യം മധുവനം യത്ര സാന്നിധ്യം നിത്യദാ ഹരേ. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം? സ്നാത്വാനുസവനം തസ്മിൻ കാളിന്ത്യാസലിലേ ശിവേ കൃത്തോപിജിതാനി നിവസൻ ആത്മന കൽപ്പിതാസനാം. ആ കാളിന്തി നദിയിൽ ചെന്ന് കൈയും കാലും മുഖമൊക്കെ കഴുകി ഉണ്ണി സ്നാനമൊക്കെ ചെയ്തിട്ട് ഉണ്ണി അവിടെയുള്ള വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ ഉണ്ണി ഇരുന്നുകൊണ്ട് പത്മാസനത്തിലോ സുഖാസനത്തിലോ ഇരുന്നുകൊണ്ട് പ്രാണായാമേന ത്രിവിധ പ്രാണേന്ദ്രിയ മനോമലം ശനേവിധസ്യാഭിധ്യായൻ മനസാ ഗുരുണാ ഗുരും. ത്രിവിധ പ്രാണായാമേന, 3 വിധത്തിൽ പ്രാണായാമം. നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ കുറച്ചു നേരം ഇത് അഭ്യസിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ നോക്കൂ, ഭഗവാനെ ധ്യാനിക്കാൻ പറയുമ്പം ഈ ത്രിവിധ പ്രാണായാമം എന്ന് പറയും. ത്രിവിധം എന്ന് പറഞ്ഞാൽ 3 വിധത്തിൽ. എന്താ 3 വിധം പ്രാണായാമം എന്ന് പറഞ്ഞാൽ? ഒന്ന് മൂക്കുകൂടി, ഒന്ന് കണ്ണുകൂടി, എനിക്കാണോ? അങ്ങനെയല്ല. പൂരകം, കുംഭകം, രേചകം. അതാണ് ത്രിവിധം എന്ന് പറയുന്നത്. അതായത് കഴിയുന്നത്ര ശ്വാസം ഉള്ളിലേക്കെടുത്ത് അതിനെ കുംഭകം ചെയ്യുക, പിടിച്ചു വയ്ക്കുക, എന്നിട്ട് പിന്നെ മുഴുവൻ പുറത്തേക്ക് വിടുക. അങ്ങനെ നമ്മൾ കുറച്ചു നേരം അഭ്യസിക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, നമ്മുടെ ശക്തി ഇരിക്കുന്നത് ശരീരത്തിലല്ല. അത് ഈ മെഡിക്കൽ സയൻസ് അങ്ങനെയാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അവരെ പഠിച്ചത് അനാട്ടമിയാണ്. അനാട്ടമി പ്രകാരം ശരീരത്തിലാണ്. പക്ഷെ ശക്തി മുഴുവൻ ഇരിക്കുന്നത് പ്രാണനിലും മനസ്സിലുമാണ്. നിങ്ങൾക്ക് എത്രയോ മഹാത്മാക്കളെ നിങ്ങൾ എന്റെ കൂടെ തന്നെ വന്നാൽ ഞാൻ കാണിച്ചുതരാം. വൃന്ദാവനത്തിൽ ഒരു മഹാത്മാവുണ്ട്. ഒരു വെള്ളവും കുടിക്കില്ല, ഭക്ഷണവും കഴിക്കില്ല. ഭയങ്കര ശക്തിയാണ് അദ്ദേഹത്തിന്. ഈ ശക്തിയാണ്, ശരീരത്തിന്റെ ശക്തി അല്ലത്, പ്രാണായാമത്തിന്റെയും മനസ്സിന്റെയും ശക്തിയാണത്. റോട്ടിൽ അങ്ങനെ കിടക്കും അദ്ദേഹം അവധൂതനായിട്ട്, തണുപ്പിലും ചൂടിലൊക്കെ, വസ്ത്രം പോലും ഇടില്ല, പരിപൂർണ നഗ്നൻ. ആളുകളെ കാണാൻ സാധിക്കും. എത്രയോ ആളുകൾ ഋഷികേശിനെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ. അപ്പോ ശരീരത്തിന്റെ ശക്തിയാണെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുകയാണത്. നമ്മുടെ ശക്തി ഇരിക്കുന്നത് പ്രാണനിലും
മനസ്സിലുമാണ്. എത്ര കണ്ട് നിങ്ങൾ പ്രാണായാമം അഭ്യസിക്കുന്നു അത്ര കണ്ട് നിങ്ങൾക്ക് ശക്തി ഉണ്ടാവും. നോക്കൂ, വളരെ ശ്രദ്ധിക്കൂ. മനസ്സിനും പ്രായമില്ല, പ്രാണനും പ്രായമില്ല. പ്രായമുള്ളത് മുഴുവൻ ശരീരത്തിനാണ്. ആ ശരീരത്തിന് കൂടുതൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് പ്രായം ബാധിക്കും. അപ്പൊ നിങ്ങളുടെ മനസ്സിന് പ്രായം ബാധിക്കാൻ കാരണം പ്രായമുള്ളതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത് കൊണ്ടാണ്. ഏതിനെക്കുറിച്ച് ചിന്തിക്കാൻ കുറച്ചു നേരം സാധിക്കണം? പ്രായമില്ലാത്ത പ്രാണനെക്കുറിച്ചും പ്രായമില്ലാത്ത മനസ്സിനെക്കുറിച്ചും. അങ്ങനെ നമ്മൾ പരിശീലിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ശരീരത്തിന്റെ പ്രശ്നങ്ങൾ കുറെയൊന്നും ആരെ ബാധിക്കില്ല? മനസ്സിനെ ബാധിക്കില്ല. ശരീരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, ആർക്കുണ്ടാവരുത്? മനസ്സിനുണ്ടാവരുത്. ശരീരത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിനെ അലട്ടുമ്പോഴാണ് മനസ്സ് തളരുന്നത്, അല്ലെ? ഉറക്കത്തിൽ നമുക്ക് ഒരു പ്രശ്നങ്ങളുമില്ല. കാരണം ഉറക്കത്തിൽ ശരീരത്തിന്റെ പ്രശ്നങ്ങളൊന്നും ആരെ അലട്ടുന്നില്ല? മനസ്സിനെ അലട്ടുന്നില്ല. ചിന്തിക്കൂ നിങ്ങൾ. അതുകൊണ്ട് ഉണ്ണി പ്രാണായാമം ചെയ്യൂ. എന്നിട്ടോ മനസ്സിനെ ക്രമേണ ആ പ്രാണിൽ നിന്നും ഗുരുണാ ഗുരും, തന്റെ അന്തരാത്മാവായിരിക്കുന്ന പരമഗുരുവിനെ തന്നെ ധ്യാനം ചെയ്യൂ. ഉണ്ണിക്ക് തുടക്കത്തിൽ ആ പരമഗുരുവിനെ ആത്മാവായി കാണാൻ പ്രയാസമുണ്ടെങ്കിൽ ഉണ്ണി ഒരു കാര്യം ചെയ്യൂ, ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന ആ ശംഖചക്ര കഥാരൂപത്തെ ധ്യാനിക്കൂ. പ്രസാദാഭിമുഖം ശസ്യൽ പ്രസന്നവദനേക്ഷണം സുനാസം സുബ്രുവം ചാരുകപോലം സുരസുന്ദരം തരുണം രമണീയാംഗമരുണോഷ്ടേക്ഷണാദരം പ്രണതാശ്രയണം നൃമ്ണം ശരണ്യം കരുണാർണവം ശ്രീവത്സാംഗം ഘനശ്യാമം പുരുഷം വനമാലിനം ശംഖചക്രഗദാപത്മൈ അഭിവ്യക്ത ചതുർഭുജം. ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന ചതുർഭുജ രൂപത്തെ വർണ്ണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഉണ്ണി ആ വെട്ടിത്തിളങ്ങുന്ന കിരീടത്തെ കാണോ, ഭഗവാന്റെ നെറ്റിത്തടം കാണോ, ഗോപിക്കുരിയെ കാണോ, ഭഗവാന്റെ പുരികങ്ങളെ കാണോ, ഭഗവാന്റെ കാരുണ്യം ചൊരിയുന്ന കണ്ണുകളെ കാണോ, ഭഗവാന്റെ ശംഖചക്ര പത്മങ്ങളെ കാണോ, ഭഗവാന്റെ കുണ്ടലങ്ങളെ കാണോ, പുഞ്ചിരിക്കുന്ന മുഖത്തെ കാണോ, ഭഗവാന്റെ കഴുത്തിലണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളെ കാണോ, ശ്രീവത്സത്തെ കാണോ, ഭഗവാന്റെ രത്നമായിരിക്കുന്ന ഭഗവാന്റെ ഹൃദയത്തിൽ തേജസ്സായി പരിശോഭിക്കുന്ന ഭഗവാന്റെ കൗസ്തുഭം എന്ന മണിയെ കാണോ, ഭഗവാന്റെ വനമാലയെ കാണോ, ഭഗവാന്റെ പീതാംബരത്തെ കാണോ, അരഞ്ഞാണത്തെ കാണോ, ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ ക്രമേണ ഇതെല്ലാം കണ്ട് ഭഗവാന്റെ പുഞ്ചിരിക്കുന്ന മുഖത്തിലേക്ക് നോക്കിക്കൊണ്ട് സ്മയമാനമവിദ്യായിൽ സാനുരാഗാവലോകനം നിയതേനേകഭൂതേന മനസാ വരദർശവം ഏവം ഭഗവതോ രൂപം സുഭദ്രം ധ്യായതോ മനാ നിർവൃത്യ പരയാതൂർണം സമ്പന്നം ന നിവർത്തതേ. ആ മനസ്സ് ഭഗവാന്റെ മുഖത്ത് തന്നെ ഉറപ്പിച്ചുകൊണ്ട് ആ പുഞ്ചിരിക്കുന്ന മുഖത്തെ തന്നെ നോക്കിക്കൊണ്ട് സമ്പന്നമാക്കി വെക്കൂ ഉണ്ണി, മറ്റുള്ള ചിന്തകളൊക്കെ വിടുന്നു. എന്നിട്ട് ഒരു മന്ത്രവും കൂടി ഞാൻ ഉണ്ണിക്ക് പറഞ്ഞു തരാം. മന്ത്രവും രൂപവും ഉറപ്പിക്കൂ. ജപ്യശ്ച പരമോ ഗുഹ്യ ശ്രൂയതാം മേ നൃഭാത്മജ സപ്തരാത്രം പ്രപടൻ പുമാൻ പശ്യതി കേജരാൻ. ഭഗവാന്റെ പരമരഹസ്യമായിരിക്കുന്ന ഈ മന്ത്രം ഉണ്ണി കേട്ടോളൂ. ദ്വാദശാക്ഷരി മന്ത്രമാണ്. ഉണ്ണി ഈ മന്ത്രത്തെ നല്ലവണ്ണം ഉറപ്പിച്ചുകൊള്ളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ മന്ത്രം ഉണ്ണി ജപിച്ചുകൊള്ളൂ. 7 രാത്രിയിൽ തുടർച്ചയായിട്ട് ജപിക്കാൻ തുടങ്ങിയാൽ ആകാശചാരികളെയൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഉണ്ണി മുടങ്ങാതെ ഈ മന്ത്രവും രൂപവും ഉണ്ണിയുടെ മനസ്സിൽ ഉറപ്പിച്ചുകൊള്ളൂ. ഇത് കേട്ടതും ഉണ്ണിക്ക് വളരെയധികം ആദരവ് തോന്നി. എന്നിട്ട് പറഞ്ഞു, ഉണ്ണി ആ രൂപത്തെ മനസ്സിൽ കാണണം, കണ്ടുകൊണ്ട് ഉണ്ണി പൂജിക്കണം. എങ്ങനെയൊക്കെ പൂജിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ സലിലേ ശുചിബിൻ മാലേ വന്യേ മൂലഫലാദിബി ശസ്താങ്കുര സുഗൈ ചാച്ചേൽ തുളസ്യ പ്രിയ പ്രഭും ലബ്ധ്വാ ദ്രവ്യമയീ മർച്ചാം ചിത്യാം വ്യാദിഷു വാർച്ചയിൽ അമൃതാത്മാ മുനിശാന്തോ യഥവാങ്മിതവന്യമുൾ. നോക്കൂ, നമ്മുടെ ഭാരതത്തില് നമ്മൾ ഈ പൂജ എന്ന് പറയുമ്പോഴല്ലോ, വാസ്തവത്തിൽ നമ്മളെ മനസ്സിനെ ഭഗവാനിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ തന്നെ വേണം ഭഗവാനെ പൂജിക്കാൻ. ഈ ഇടത്തട്ടുകാര് വാസ്തവത്തിൽ ഇല്ല. നമ്മുടെ ഭാരതത്തിൽ പിന്നീട് വന്നതാണ് ആ സംസ്കാരം. നിങ്ങൾക്ക് വേണ്ടി വേറൊരാൾ പൂജ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ഭഗവാനിലേക്ക് എത്തിക്കാൻ സാധ്യമല്ല. അത് വളരെ ഉറപ്പിക്കണം. നമുക്ക് വേണ്ടി വേറൊരാൾ പ്രയത്നിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടി ഭഗവാൻ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്ന വാക്കുകൾ, നമുക്ക് വേണ്ടി ഉദ്ധരേത്
ആത്മന ആത്മാനം. അതല്ലേ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി വേറൊരാളെ എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെ ഈ ഹിന്ദുക്കൾ ഇങ്ങനെ തെറ്റിദ്ധരിച്ചു പോകുന്നത് എന്ന്. നിങ്ങളൊരു വഴിപാടിന് പൂജയ്ക്ക് സമർപ്പിച്ചതുകൊണ്ട്, അവിടെ നിങ്ങളുടെ പേരിൽ ഒരു വഴിപാട് ചെയ്തതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ മനസ്സിനെ ഉയർത്താൻ സാധിക്കുന്നത്. എവിടെയും കണ്ടിട്ടില്ല അത്. ഈ നോക്കൂ, നമ്മൾ ഈ ഇന്നത്തെ ഹിന്ദു സംസ്കാരം ഉണ്ടല്ലോ, കുറെയൊക്കെ വഴിതെറ്റിയിട്ടുണ്ട്. അമ്പലങ്ങളിലൊക്കെ ഒരുപാട് കാശുകൾ പലതിനും ചെലവഴിക്കുന്നുണ്ട്. എന്നാൽ ഈ രണ്ട് കാര്യത്തിന് അവർ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ എത്ര നന്ന്. നാമസങ്കീർത്തനത്തിനും സത്സംഗത്തിനും. ബാക്കി എത്രയെല്ലാം ആയിക്കഴിഞ്ഞു. ഇതും കൂടി ഒന്ന് ചെയ്താൽ മതി. കാരണം അവസാനം മനസ്സിനെ ഉയർത്താൻ എന്തു തന്നെ വേണ്ടു? നാമസങ്കീർത്തനവും സത്സംഗവും തന്നെയാണ്. മനസ്സങ്ങനെ സമർപ്പിക്കാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി ഒരാളെ പൂജ ചെയ്തതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ, അല്ലെങ്കിൽ നാരദ മഹർഷി പറയില്ലേ, ഉണ്ണി ഞാൻ മാറ്റിത്തരാം നിന്റെ പ്രശ്നം എന്ന് പറഞ്ഞോ? ഉണ്ടോ? ഉണ്ണിയുടെ പ്രശ്നത്തെ പരിഹരിക്കാൻ ഉണ്ണി തന്നെ വേണം. ഉണ്ണി തന്നെ വേണം മനസ്സിനെ ഭഗവാനിലേക്ക് എത്തിക്കാൻ, പൂജ ചെയ്യാൻ. ഇനിയും വീണ്ടും കാണാം നിങ്ങൾക്ക്. ഏവം കായേന മനസാ വാചാ മനോഗതം പരിചര്യമാണോ ഭഗവാൻ ഭക്തിമൽ പരിചര്യാം പുംസാമായിനാം സമ്യൽ ഭജതാം ഭാവവർദ്ധന ശ്രേയോ ദിശ്യഭിമതം യദ്ധർമാദിഷു ദേഹിനം. ഉണ്ണി അതുകൊണ്ട് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഉണ്ണിയുടെ മനസ്സിനെ വാക്കുകൊണ്ടും ഭഗവാനിലേക്ക് അർപ്പിച്ചുകൊണ്ട് ഉണ്ണി ധന്യനാവൂ, അനുഗ്രഹീതനാവും. പൊയ്ക്കൊള്ളു ഉണ്ണി. ഇത് കേട്ടതും ഉണ്ണി ആ മഹാത്മാവിനെ നമസ്കരിച്ചു. പുണ്യം മധുവനം ഹരേ ചരണചർച്ചിതം. അവിടെ നിന്ന് ആ മധുവനത്തിലേക്ക് ഉണ്ണി പോവുകയാണ്. അവിടെ ചെന്നു. അപ്പോഴേക്കും നാരദമഹർഷി അങ്ങോട്ട് പോയി. നേരെ രാജാവിന്റെ അടുത്തേക്കാ പോണത്. രാജാവാണെങ്കിലോ ആകെ ദുഃഖിതന. എന്തുപറ്റി രാജൻ? സുതോമേ ബാലകോ ബ്രഹ്മൻ സ്ത്രൈണേനാ കരുണാത്മന നിർവാസിത പഞ്ചവർഷ സഹമാത്ര മഹാൻ കവി അഹോ മേ ബദദൗരാത്മ്യം ശ്രീജിതസ്യോപധാരയാ യോ അംഗം പ്രേംനാരുക്ഷന്തം നാഭ്യനന്ദമസത്തമ. മഹർഷേ, എന്റെ ഉണ്ണിയെ ഞാൻ വേദനിപ്പിച്ചു. എന്റെ മടിത്തട്ടിൽ കയറിയിരിക്കാൻ ശ്രമിച്ച ഉണ്ണിയെ ഞാൻ വേണ്ട രീതിയിൽ ആദരിച്ചില്ല. എന്റെ ഉണ്ണി പോയിരിക്കുകയാണ് അത്രേ കാട്ടിലേക്ക്. ഏതെങ്കിലും വന്യമൃഗങ്ങൾ എന്റെ ഉണ്ണിയെ പിടിക്കുവോ? നാണമില്ലല്ലോ രാജൻ. ആ സമയത്ത് ആ കുട്ടിയെ ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അങ്ങിക്കുന്നു ആ സമയത്ത് പറയായിരുന്നില്ലേ, അരുത് ഭാര്യ ഇങ്ങനെയൊന്നും പറയരുതെന്ന്. ഇപ്പൊ രാജാവ് പറയണത്രേ, ഞാൻ അങ്ങനെ പറഞ്ഞാൽ അവൾ എന്നെയും പറഞ്ഞയക്കുന്നു. നല്ല വാർത്തയാ. നാരദ മഹർഷി പറഞ്ഞു, അങ്ങുണ്ടല്ലോ ഇങ്ങനെ സെന്റിമെന്റ് ആയിട്ട് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. അങ്ങയുടെ പുത്രൻ വലിയൊരു മഹാത്മാവായിട്ട് തിരിച്ചു വരും. ആ കുട്ടി ഈശ്വരനെ കണ്ണുകൊണ്ട് കാണും, ആ രൂപത്തെ കാണും എന്ന് മാത്രമല്ല, ആ ഉണ്ണിയുടെ ജീവിതം കൊണ്ട് അങ്ങയുടെ യശസ്സും വലുതായിത്തീരും. സുദുഷ്കരം കർമ്മ കൃത്വാ ലോകപാലൈരഭിപ്രഭോ ഏഷതിർദോ രാജൻ യശോ വിപുലയൻ സ്തവ. അങ്ങയുടെ ശ്രേയസ് പോലും ആ കുട്ടി വലുതാക്കും എന്ന് ഓർത്തോളൂന്നു. ഇത് പറഞ്ഞതും രാജാവിന് വളരെ സന്തോഷമായി. വലിയൊരു മഹാത്മാവായിട്ടാണല്ലോ പുത്രൻ വരുന്നത് എന്ന്. ഇത് സുരുചി അകത്തുനിന്ന് കേട്ടു. സുരുചിക്ക് പേടിയായി. തിരിച്ചു വരുന്ന ആളെ പറഞ്ഞത്. ഇനി മഹാത്മാവായിട്ടൊക്കെ തിരിച്ചു വന്നാൽ വല്ല അപകടം ഉണ്ടാക്കുമെന്ന് അറിയില്ലല്ലോ. വേഗം ചെന്നു സുനീതിയുടെ കാൽക്കൽ വീണ്, ദേവി അരുതേ, ശപിക്കരുതേ, അറിയാതെ തെറ്റുപറ്റി എന്നൊക്കെ പറഞ്ഞ് കാലൊക്കെ കഴുകി സോപ്പിട്ട് കൊണ്ടുവന്നു. ഇപ്പോ രണ്ട് ഭാര്യമാരും ഒന്നിച്ച് താമസിക്കാൻ. കാരണം വരുമല്ലോ മഹാത്മാവായിട്ട്. പേടിയോണ്ടാ, വേറെ വല്ലതൊന്നുമല്ല. ഏതായാലും അങ്ങനെ അവരങ്ങോട്ട് താമസിക്കുന്ന കാലം. ഇവിടെയാണെങ്കിലോ നമ്മുടെ ധ്രുവൻ മധുവനത്തിലെത്തി. അവിടെ ചെന്ന് കൈയും കാലും മുഖമൊക്കെ കഴുകി അവിടുന്ന് ധ്യാനത്തിലേക്ക് അങ്ങോട്ട് ശ്രദ്ധ തിരിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് ഇത്രയും കുട്ടിയുടെ ധ്യാനം എന്ന് പോയത്? ത്രിരാത്രാന്തേ കഭിത്തവദരാശന ആത്മവൃത്യനുസാരേണ മാസം നിന്നീർച്ചയൻ ഹരിം. ഹരിയെ അർച്ചന ചെയ്തു എന്നാ. ത്രിരാത്രാന്തേ 3 ദിവസം കഴിഞ്ഞിട്ടാണ് എണീറ്റത്. ഒരൊറ്റ ഇരിപ്പ് 3 ദിവസം. വാച്ചൊന്നും നോക്കിയിട്ടല്ല, ഒരിരിപ്പ്. 3 മിനിറ്റ് ഇരിക്കാൻ പറ്റിയ നമ്മളൊക്കെ എത്ര ഭാഗ്യവന്മാര്. നമ്മുടെ അവസ്ഥ എങ്ങനെ ഇരിക്കണം? 10 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും നമുക്ക് ആകെ ചൊറിച്ചിലും ബഹളവും. പിന്നെ അപ്പോഴേക്കും കോള് വന്നു. പിന്നെ ചിലർക്കാണെങ്കിൽ രാവിലെയൊക്കെ ഇരിക്കുമ്പോണ്ടല്ലോ കാപ്പിയുടെ വാസന വരും. ഓരോരോ വാസനകള്, ദോശയുടെ വാസന, ഇതൊക്കെ വരും. അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ ധ്യാനത്തിന് ഇരിക്കുമ്പോഴല്ലേ അറിയുള്ളൂ ഓരോരോ കാര്യങ്ങൾ എന്തൊക്കെയാ വരുന്നതെന്ന്. കഴിഞ്ഞു. കാരണം ഓർമ്മയില്ലേ പിന്നെ എന്താ പറഞ്ഞതെന്ന്. അങ്ങനെയൊക്കെ എന്തൊക്കെയായാലും ശരി, നമ്മളത് തുടർച്ചയായി കൊണ്ടുപോയാൽ ഒരിക്കൽ നമുക്കും ധ്രുവനെ പോലെ
3 ദിവസമൊക്കെ ഇരിക്കാൻ പറ്റും. 3 ദിവസം ഇരുന്നോന്ന്. എന്നിട്ട് ഉണർന്നു കഴിഞ്ഞാൽ കാട്ടിൽ നിന്ന് കിട്ടുന്ന ഖബിത്ത ബദരാസന പല പഴങ്ങളൊക്കെ കഴിക്കും. പിന്നെയോ 2ാമത്തെ മാസമായപ്പം, ഇതോ ആദ്യത്തെ മാസത്തിന്റെ കാര്യം, ദ്വിതീയം ഷഷ്ടേ എത്ര ദിവസം? എളുപ്പാണോ കാര്യം? എന്നിട്ട് ഭക്ഷണം കഴിക്കണോ? തൃണവർണ്ണാദിവിശീർണേ, ഉണങ്ങിയ ഇലകളും പുല്ലൊക്കെയാണ് കഴിക്കുന്നത്. പഴമൊക്കെ നിർത്തി. അങ്ങനെ 6 ദിവസം കൂടുമ്പോ തൃതീയം എത്രാമത്തെ മാസം? 3. നവമേ 9 ദിവസം. 9 ദിവസം കഴിഞ്ഞാൽ എണീക്കും. കഴിക്കുന്നതോ അവിടുന്ന് പിന്നെ കഴിക്കുന്നത് അഭക്ഷ എന്ന് പറഞ്ഞാൽ വെള്ളം കുടിച്ചു എന്നാണ്. വെള്ളം മാത്രം, ആഹാരാദികളൊന്നുമില്ല. ചതുർത്ഥം എത്രയാണ്? 4. ദ്വാദശേ 12 ദിവസം. എളുപ്പമാണോ ഈ പറയുന്നത്? അന്ന് ഭക്ഷണം കഴിക്കുന്നതോ വായുഭക്ഷോ. എന്താ ഭക്ഷണം? വേറെ ഒരു ഭക്ഷണവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളോട്, ശരീരത്തിന്റെ ശക്തി നിൽക്കുന്നത് പ്രാണനിലാണ് എന്നുള്ളത്. അതുകൊണ്ട് ഭക്ഷണമില്ലെങ്കിലും മനുഷ്യന് നിൽക്കാൻ പറ്റുന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോഴും ആളുകളുണ്ട് അങ്ങനെ. വായുഭക്ഷോജിതശ്വാസോ ധ്യായൻ ദേവമതാരയൽ. പഞ്ചമേ 5ാമത്തെ മാസം കുട്ടി പിന്നെ എണീറ്റില്ല എന്നാണ്. ജിതശ്വാസോ പ്രാണനടക്കി. ധ്യായൻ ബ്രഹ്മപദൈകേന സസ്തോ സ്ഥാണിരിവാചല. ഒറ്റ കാലിൽ നിന്നുകൊണ്ട് അവിടെ തപസ് ചെയ്യാൻ തുടങ്ങി. ഭഗവാനെ തന്നെ മനസ്സിൽ വിചാരിച്ച് പ്രാണവായു പോലും എടുക്കാതെ ഒരു മരിച്ച ശവം നിൽക്കുന്നത് പോലെ. എന്നാൽ ഉള്ളിൽ ഉണ്ണി മരിച്ചിട്ടുമില്ല. ഇപ്രകാരം സർവതോ